ഒരു അനീതി പോലെ കൊണ്ട് നടക്കി എന്നെ ദിനേശ് ചേട്ടാന്ന് വിളിച്ചിട്ടുള്ളത് അത്രയും മധുരമായിട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവൾക്കെതിരെയൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. വടക്കഞ്ചേരിക്കാരൻ അവനെ ഏതൊരു സെറ്റിൽ വർക്ക് ചെയ്യുന്നിടത്ത് നായിക ഈ കുട്ടിയാണ്. ഇവർ വന്നോട് ആദ്യം ചോദിച്ചത് ദിനേശ് ചേട്ടന് സുഖമാണോ എന്നാണ്. അവൻ പറഞ്ഞു ചേട്ടനെ കുറിച്ച് ഒരു പരാതി അവൾക്കില്ല. എനിക്കത്ര ഇഷ്ടമായിരുന്നു അവളെ. അതുപോലെ തന്നെ പടം ഷൂട്ടിങ് തീർന്നപ്പോൾ എൻ്റെ പൈസയില്ല. ഞാൻ പറഞ്ഞു ഡബ് ചെയ്യുന്ന വേറെ ആളുമാണ്. ഞാൻ പറഞ്ഞു ഞാൻ മനോരമയിൽ നിന്ന് പൈസ കിട്ടിയിട്ട് എത്തിക്കാമെന്ന് ഒരു മടിയും ഇല്ലാതെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോയ ആളാണ് അച്ഛനും മോളും. ഞാൻ മനോരമയിൽ നിന്ന് പൈസ കിട്ടി, സാറ്റലൈറ്റിൻ്റെ പൈസ കിട്ടിയപ്പോൾ ലാലേട്ടനും അങ്ങനെയായിരുന്നു. ഇവർ രണ്ടുപേരും മനസ്സിലെങ്കിലും കരുതി കാണും ഈ പൈസ പോയെന്ന്, ഈ ലക്ഷം പോയി എന്ന് വിചാരിച്ചാണ്. രണ്ടുപേർക്കും മനോരമയിൽ നിന്ന് കിട്ടിയത് കൊടുത്ത ആളുമാണ് ഞാൻ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു പെൺകുട്ടിയെ 6-7 പേർ ചേർന്ന് ഒരു വണ്ടിയിലിട്ട് പീഡിപ്പിച്ചുവെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ഥലം പോലീസ് സ്റ്റേഷനിൽ എവിടെയാണോ അവൾ ഇപ്പോൾ ഉള്ളത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. കാക്കനാട് പോലീസ് സ്റ്റേഷനിലാണ് അറിയിക്കേണ്ടത്. അവർ ചെയ്തത് അങ്ങനെയല്ല. ഈ കുട്ടി ചെന്നിടം തന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു MLA യോ പഞ്ചായത്ത് മെമ്പറോ പോലും ഇല്ലാത്ത ആൻറ്റോ ജോസഫിനെ വിളിച്ചു വരുത്തുന്നു. എല്ലാം 12 മണിക്ക് ശേഷമാണേ. ഉറയെ കിടന്ന ആൻറ്റോ ജോസഫിനെ വിളിച്ചു വരുത്തുന്നു. ആൻറ്റോ ജോസഫ് വരുന്നു, കാര്യം അറിയുന്നു. അപ്പോൾ ആൻറ്റോ സിനിമയിൽ എല്ലാവരും സഹായിക്കുന്ന ആളാണ്. എല്ലാവരും ഇപ്പോൾ മദ്രാസിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കൊണ്ടുവരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ആൻറ്റോ പോയി കൊണ്ടുവരും. അങ്ങനെ ഒരു പരോപകാരിയാണ്. പക്ഷേ ആൻറ്റോ ചെയ്തത് ഈ പറയുന്ന ലാലിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തെ MLA പോലും അല്ല വിളിച്ചത്. തൃക്കാക്കര MLA ആയ PT തോമസിനെ വിളിച്ചു വരുത്തുന്നു. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആൻറ്റോ അതിന് ശേഷം 100 വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചില്ല, എന്താണ് ആൻറ്റോ നീ ആ പർട്ടിക്കുലർ സ്ഥലത്തുള്ള MLA വിളിക്കാതെ ആ സ്ഥലം MLA അറിയിക്കാതെ PT തോമസിനെ വിളിച്ചു പറയുന്നു. ഇന്നലെ ഉമ്മാ തോമസ് പറയാണ്, അർദ്ധരാത്രി പെട്ടെന്ന് ഉടുപ്പൊക്കെ എടുത്തിട്ട് അദ്ദേഹം പോണ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു, ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞു പുള്ളി പോയി. ഇവരൊക്കെ ഈ കഥ ക്രിയേറ്റ് ചെയ്യുന്നതാണ് രസം. നറേറ്റീവ്സ്. ഉമ്മാ തോമസിൻ്റെയൊക്കെ വർത്തമാനം കേൾക്കണം. അപ്പോൾ PT തോമസ് വരുന്നു. PT തോമസും വന്നിട്ട് ഒരു MLA എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ലാലിന് അറിയില്ലെങ്കിൽ പോലും ആൻറ്റോയ്ക്ക് അറിയില്ലെങ്കിൽ പോലും അവർക്കൊക്കെ അറിയാം എങ്കിലും അറിയില്ലെങ്കിലും ഒരു MLA പറയണം സ്ഥലം പോലീസ് സ്റ്റേഷനിൽ കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അയാൾ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറെ വിളിക്കുന്നു. ഇതെല്ലാം 12